എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഹൃദ്യമായി ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇന്ന് ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരുപാട് മാധ്യമങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല വാർത്ത. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദത്തെടുത്ത കുട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന കോർബ ഗോത്രവർഗ വിഭാഗത്തിലെ 56 കുടുംബങ്ങളിലെ 200 പേര് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് യോജിക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. ഈ വാർത്തകൾ എന്തിനാണ് മുക്കുന്നത്? ഇനിയിപ്പോ ഇസ്ലാം മതത്തിലേക്കായിരുന്നു ഈ 56 കുടുംബങ്ങളിലെ 200 പേര് വന്നിരുന്നതെങ്കിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. മാത്രമല്ല ഇവര് പെരുന്നാള് ചിലപ്പോ ഇന്നേക്ക് മാറ്റുമായിരുന്നു. പെരുന്നാള് അതാണ് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഇവര് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയത് എന്നാണ് ഇവര് പറയുന്നത്. എന്തായിരുന്നാലും പ്രബൽ പ്രതാപ് സിംഗ് എന്ന ഒരാളിന്റെ നേതൃത്വത്തിലായിരുന്നു അവര് ഹിന്ദു മതത്തിലേക്ക് വന്നത്. റായ്ഗഡ് ജില്ലയിലെ ബർഗട്ടിൽ വെച്ചായിരുന്നു ഇവര് ഈ മതത്തിലേക്ക് വരുന്ന ചടങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അതിലേറെ രസകരം, കാവിക്കൊടിയുമായിട്ടാണ് ഇവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയത്. ആരും ഇവരെ അടിച്ചു കൊന്നില്ല. ഇവരെ പള്ളി വിലക്കാൻ ഒരാളും വന്നില്ല. ഇപ്പോ നമ്മൾ മതപരിവർത്തനത്തിനെതിരെ അതല്ലെങ്കിൽ നിർബന്ധമായി ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചാടിപ്പിക്കുന്നതിനെതിരെ നമ്മൾ കർശനമായി അതിനെതിരെ പറയുന്നവരാണ്. കാരണം ഒരാൾ ഇഷ്ടപ്പെട്ടു, ശരി, ഇതിപ്പോ 56 കുടുംബങ്ങളാണ്, ഒരു വ്യക്തിയല്ല. അതിനിടയ്ക്ക് പ്രണയമില്ല, ഒരു നിർബന്ധം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ ഉൾപ്പെട്ട ആരായാലും ശിക്ഷ നേരിടാൻ അവർ തയ്യാറാകണം. ഒറ്റയ്ക്കാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത് ആരാ? പ്രബൽ പ്രതാപ് സിംഗ്. ഇവരെ ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി എന്താണ്, അതായത് ഒരാൾ മറ്റൊരു മതത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങള് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്, എന്തിന്റെയെങ്കിലും പേരിലാണ് നിങ്ങൾ ഈ മതത്തിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കുന്നത് ഞാനായിരിക്കും. മതപരിവർത്തനം രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ്, ഇത് ഗൗരവപൂർവം നിങ്ങൾ എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം, ഒരു വ്യക്തി ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതും. ഇത് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറകളോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും ഒരിക്കലും നിങ്ങളോട് വരും തലമുറ ക്ഷമിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുവാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മതം മാറിയ മുഴുവൻ ആളുകളെ പറ്റിയും അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നല്ല രൂപത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറയുവാണ്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് വന്നവരോടാണ് അദ്ദേഹം ഇത് പറയുന്നത്, അവരുടെ സാന്നിധ്യത്തിലാണ്. ചോദ്യം ഇതാണ്, നമ്മുടെ ടൈറ്റിൽ തന്നെ ഇതാണ്, അതായത് BJPയിലേക്ക് RSSലേക്ക് ധാരാളം മുസ്ലിങ്ങൾ അടുക്കുന്നു. അതെ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നുള്ള മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം വീടുകൾ, പലർക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും സംഘി എന്ന ചാപ്പ് കുത്തുന്നതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നതാണ്. 2, കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വല്ലാതെ ഭ്രഷ്ടുണ്ടാകും. നമ്മുടെ രണ്ടുപേരുടെയും ഒരുപോലത്തെ സുഹൃത്താണല്ലോ ബൈജു, TP സുൽഫത്ത് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച സമയത്ത് അവള് വേദനയോട് പറയുക നമ്മളോട്, കുടുംബത്തിലൊക്കെ കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ട് BJP അധികാരത്തിൽ വരരുത്, ഇവരെ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിനകത്ത് തന്നെ ക്യാമ്പയിനുകൾ നടക്കുവാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് വസ്തുതകളിൽ ഒന്നാണ്, അഫ്ഗാനില് താലിബാനികൾ അധികാരത്തിൽ വന്നു. അഫ്ഗാനികൾ മുസ്ലിങ്ങളാണ്, താലിബാനികൾ മുസ്ലിങ്ങളാണ്. പിന്നെ എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്നൊരു സ്ത്രീ തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ പൂറ്റൻ വേലിക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു, അപ്പുറത്ത് നിന്ന് സൈനികര് പിടിക്കുന്നു, എന്നിട്ട് അവര് അഫ്ഗാന് കീഴടങ്ങി കൊടുക്കുന്നു, താലിബാനികൾക്ക് കീഴടങ്ങി കൊടുക്കുന്നു. അതായത് എന്റെ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ എങ്ങനെയായിരിക്കും താലിബാൻ
ഭീകരർ കാണുന്നത്, എങ്ങനെയായിരിക്കും എന്റെ സാന്നിധ്യത്തിൽ എന്റെ കുഞ്ഞിനെ പിച്ചി ചീന്തുന്നത്, അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ താലിബാനുകൾ ഏതാണ്ട് കാബൂള് വരെ പിടിച്ചടക്കിയ സമയത്ത് അവര് ചിന്തിക്കുവാണ്, ഇനിയും ഏതാണ്ട് 12 വയസ്സിനകത്തുള്ള പെൺകുട്ടികളെ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് താലിബാനുകൾ സൈനികരെ അവരെ ആക്കി ഇങ്ങോട്ട് എടുത്തത് അഫ്ഗാനെതിരെ. നോക്കിയപ്പോ ഇവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങാണ്. അഫ്ഗാനായിരുന്ന സമയത്ത് അഫ്ഗാനിലെ സൈനികരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, കാരണം അതിന് ഇവർക്ക് സ്വന്തമാണ്. താലിബാനുകൾ അധികാരം പിടിച്ചു കഴിഞ്ഞല്ലോ, താലിബാനുകൾക്കായി കഴിഞ്ഞല്ലോ അഫ്ഗാനിൽ. അപ്പൊ ആ 12 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ബലമായി പിടിച്ചുകൊണ്ട് പോകുവാണ് താലിബാനുകൾ. അങ്ങനെ വന്നപ്പോ ഒരു കുഞ്ഞിനെ, 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഒരു താലിബാൻ കളവൻ കയറി ചെല്ലുകയാണ്. അവരുടെ സൈനികരാ. കയറി ചെന്നപ്പോ തന്ത എതിർത്തു, എന്റെ കുഞ്ഞിനെ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമാണ്. അങ്ങനെ അയാളെ ഈ കുടുംബത്തിന്റെ മുന്നിലിട്ട് താലിബാനുകൾ വെടിവെച്ചു. പിന്നീട് ഉമ്മയെ കയറി പിടിച്ചു. ഉമ്മ ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി. ഒക്കെ വലിയ വാർത്തയായിരുന്നു. നമ്മുടെ നാട്ടിലെ താലിബാൻ വിസ്മയക്കാര് കൊടുക്കില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഉടനെ ഈ പെൺകുട്ടി, 12 വയസ്സുള്ള പെൺകുട്ടി ഓടി മുകളിൽ കയറിയിട്ട് ചാടി. കാരണം 2ാം നിലയിൽ നിന്ന് ചാടിയിട്ട് ഒരുപക്ഷെ മരിച്ചിട്ടില്ലെങ്കിലും. അങ്ങനെ അവിടെ RSSകാരില്ല, അവിടെ BJPക്കാരില്ല. അപ്പൊ ഇവരെ ഒന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയോ ഇവരെ ഭയന്നോ RSSകാരൻ എന്റെ 12 വയസ്സുള്ള കുഞ്ഞിനെ കയറി പിടിക്കും, പീഡിപ്പിക്കും എന്ന് ഭയന്നിട്ടല്ല ഈ കുടുംബം ഇങ്ങനെ. പാപ്പ രക്തസാക്ഷിയാകുന്നു, ഉമ്മ ആത്മഹത്യ ചെയ്യുന്നു, മകൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തിനായിരിക്കും ഈ താലിബാൻ ഭീകരരിൽ നിന്നും അഫ്ഗാനികൾ ഓടി രക്ഷപ്പെട്ടത്? അവിടെ ബീഫ് നിരോധനമുണ്ടോ? ആവശ്യം പോലെ ബീഫ് കഴിക്കാമല്ലോ. ബീഫ് കൈവശം വെച്ചു എന്നതിന്റെ പേരില് ജുനൈദിനെ അടിച്ചു കൊന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടോ? സീറ്റ് തർക്കത്തെ തുടർന്നാണ് ജുനൈദിനെ കൊന്നത്. പക്ഷേ പോട്ടെ, RSSന്റെ തലയിലാണ് അത് വെച്ച് കെട്ടുന്നത്. ആസിഫയെ കൊന്നത് RSSകാരാണോ? ശരി, അങ്ങനത്തെ ഒരു സംഭവവും അവിടെ ഇല്ലല്ലോ. ബീഫ് കൈവശം വെക്കാം, എത്ര പശുക്കളെ വേണമെങ്കിലും കൊല്ലാം, ആരും ചോദിക്കില്ല. 12 വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാം, 4 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ മമ്മതേ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാമട എന്ന് പറഞ്ഞു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കാം. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഇയാളുടെ മകളാണ്. ഇനി എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് ഇയാൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ബുർക്കയിട്ട് നടക്കാം, നിക്കാബ് ധരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് കൃത്യമായി ഫോളോ ചെയ്യാം. ശിശുപ്രായത്തിൽ കല്യാണം കഴിക്കാം, LKG കുട്ടിക്ക് കെട്ടണോ കെട്ടാം. 6 വയസ്സ് മുതൽ മരണം വരെ ഒരാളും ചോദിക്കില്ല. മുത്തലാഖ് പറയാം, ത്വലാഖ് പറയാം, 4ഓ 5ഓ ഒക്കെ കെട്ടാം, ഒരു കുഴപ്പമില്ല. പിടിച്ചകത്തിടാൻ അവിടെ മോഡിയുടെ പോലീസ് ഇല്ല, അവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരില്ല. കോടതിയിലെ തെളിവുകൾ മാറ്റാനും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ, ഇത്തരം മുത്തലാഖ് പറയുന്നവന്മാരെ പിടിച്ച് ജയിലിലിടാൻ അവിടെ നരേന്ദ്രമോദി ഇല്ല, നരേന്ദ്രമോദിയുടെ സർക്കാരില്ല. ഇസ്ലാമിക ബാങ്കുകള് പലിശരഹിത ബാങ്കുകളാണോ? എത്ര വേണമെങ്കിലും സ്ഥാപിക്കാം. ഹലാല് വേണോ, തുപ്പിയോ തൂറിയോ ഒക്കെ നിങ്ങൾക്ക് ഹലാല് കൊടുക്കാം. ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവിടെ RSSന്റെ എന്തെങ്കിലും ശാഖയുണ്ടോ? കാവിക്കൊടിയുണ്ടോ? ഒന്നുമില്ല. ഇത്രയധികം സൗകര്യങ്ങൾ സുലഭമായി ഉണ്ടായിട്ടും എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്നും താലിബാനികൾ ഓടി രക്ഷപ്പെടുന്നത്?